ബനേഗ കരോർപതിയിൽ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ച വനിതാ ഉദ്യോഗസ്ഥർ സൈനിക യൂണിഫോം ധരിച്ചെത്തിയ വിഷയത്തിൽ വിവാദം ആളിക്കത്തുന്നു. സായുധ സേനകളെ PR പരിപാടികൾക്കും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുവാനുമായി ഉപയോഗിക്കരുത് എന്ന വികാരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അലയടിക്കുന്നത്. പ്രത്യേക എപ്പിസോഡിന്റെ പ്രൊമോ വീഡിയോ പുറത്തു വന്നതോടെയാണ് വിഷയം സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചത്. സോഫിയ ഖുറേഷിക്കും വ്യോമിക സിന്നും പുറമെ തന്നെ നാവികസേനയിലെ കമാൻഡർ പ്രേരണ ദേവാസ്തിലും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. ബോളിവുഡ് താരം അമിതാഭ് ബച്ചൻ അവതരിപ്പിക്കുന്ന സോണി എന്റർടൈൻമെന്റ്സിന്റെ ചാനലിലെ കോൺ ബനേഗ കരോർപതി എന്ന പരിപാടിയിൽ ഇരുവരും സൈനിക യൂണിഫോം ധരിച്ച് പരിപാടിയിൽ പങ്കെടുത്തതാണ് ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൽ യുക്തിക്ക് നിരക്കാത്തതായി എന്താണ് ചെയ്തതെന്ന വിലയിരുത്തലുകൾ പുറത്തു വരുന്നതിനോടൊപ്പം തന്നെ സമ്മിശ്രമായ വിലയിരുത്തലുകളാണ് പുറത്തു വരുന്നത്. സേനയുടെ യൂണിഫോം ധരിച്ചുകൊണ്ടാണ് 3 ഉദ്യോഗസ്ഥരും ഷോയിൽ പങ്കെടുത്തതെന്നതും വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. സൈനിക ഓപ്പറേഷന് ശേഷം ഇതുപോലെയൊന്ന് ഏതെങ്കിലും രാജ്യത്ത് നിങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ എന്നും സർവീസിലുള്ള ഒരാൾക്ക് ഇതിനെങ്ങനെ അനുമതി ലഭിച്ചു എന്നതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല രീതിയിലും ഉപഭോക്താക്കൾ ചോദിക്കുന്ന ചോദ്യം. ഇപ്പോഴത്തെ ഭരണകൂടം നമ്മുടെ സേനകളെ വില കുറഞ്ഞ രാഷ്ട്രീയത്തിനും അതിദേശീയതയ്ക്കുമായി അല്ലെങ്കിൽ നാണം കെടുത്തുന്ന രീതിയിലേക്ക് ഉപയോഗിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നതാണിപ്പോൾ മറ്റൊരു സോഷ്യൽ മീഡിയ ഉപഭോക്താവ് അദ്ദേഹത്തിന്റെ സൈറ്റിലൂടെ കുറിച്ചിരിക്കുന്നത്. ഇത് പ്രോട്ടോകോൾ ലംഘനമാണ് എന്നാണ് മറ്റൊരാൾ പറയുന്നത്. ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുള്ള കോൺ ബനേഗ കരോർപതിയുടെ പ്രത്യേക എപ്പിസോഡിലാണ് മൂവരും പങ്കെടുത്തിരിക്കുന്നത്. നാവികസേനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യുദ്ധക്കപ്പലിന്റെ കമാൻഡർ ആകുന്ന വനിതയാണ് പ്രേരണ ദേവാസ്തി എന്ന് പറയുന്ന വ്യക്തി. സൈനിക യൂണിഫോം ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് പ്രോട്ടോകോളിന്റെ ലംഘനം ഉണ്ടായി എന്ന് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കർശനമായ നിയന്ത്രണങ്ങളാണ് യൂണിഫോം ഉപയോഗിക്കുന്നതിന് ആയിട്ട് പറയപ്പെടുന്നത്. പ്രോട്ടോകോൾ പ്രകാരം സാമൂഹിക കൂടിക്കാഴ്ചകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയിൽ യൂണിഫോം ധരിച്ചുകൊണ്ട് സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുക്കാൻ പാടുള്ളതല്ല എന്നതാണ് മറ്റൊരു വസ്തുത. കൂടാതെ തന്നെ പൊതുഗതാഗത സംവിധാനങ്ങളിലും സിവിലിയൻ വിമാനങ്ങളിലും യാത്ര ചെയ്യുമ്പോഴും പൊതുസ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോഴും അവർ ഈ ഒരു രീതിയിലുള്ള യൂണിഫോമുകൾ ധരിക്കാൻ പാടുള്ളതല്ല എന്നതാണ് മറ്റൊരു കാര്യം. ഔദ്യോഗികമല്ലാത്ത പരിപാടികളിൽ യൂണിഫോം ധരിച്ചുകൊണ്ട് പങ്കെടുക്കണമെങ്കിൽ കമാൻഡിംഗ് ഓഫീസർമാരുടെ മേലെ അവരുടെ രേഖാമൂലമുള്ള ഒരു അനുമതി ആവശ്യമാണ്. എന്നാൽ ഇവർ ഇത് വാങ്ങിയിരുന്നില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി തന്നെ ഇന്ത്യൻ സേനകൾ പാകിസ്ഥാനെതിരെ അതിനെതിരെ നടത്തിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഒട്ടേറെ സ്ത്രീകളുടെ കണ്ണുനീർ വീഴ്ത്തിയ ഭീകരാക്രമണത്തിന് പകരം വീട്ടിയ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ ഇന്ത്യ നിയോഗിച്ച രണ്ടാമത്തെ വനിതാ സൈനിക ഉദ്യോഗസ്ഥരെ ഇവർ തന്നെയായിരുന്നു. അതായത് 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ഇവർ തന്നെയായിരുന്നു. കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷിയും വ്യോമസേനയിലെ വിംഗ് കമാൻഡറായ വ്യോമിക സിന്നുമായിരുന്നു ആ 2 ഉദ്യോഗസ്ഥർ. രാജ്യം മുഴുവൻ സല്യൂട്ട് ചെയ്ത ഈ വനിതാ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വലിയ വിവാദത്തിൽ പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.